ബിക്കോസ്, സോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. സ്ഥിരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, അതുപോലെ തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന വേർഡ്സും ആണ്. അപ്പോൾ ഇന്ന് എവിടെ എങ്ങനെ ഈ രണ്ട് വേർഡ്സ് മാറിപ്പോകാതെ യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. ബിക്കോസ്, സോ. ആദ്യം നമുക്ക് ബിക്കോസ് നോക്കാം. സെന്റൻസ് നോക്കിയേ. I am happy because I got a new job. I am happy because I got a new job. ഞാൻ ഹാപ്പിയാണ്. I am happy. എന്തുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയത്? അതല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയതിന്റെ റീസൺ എന്താണ്? എനിക്ക് പുതിയ ജോലി കിട്ടിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ആക്ഷൻ പറയുന്നു, ഒരു കാര്യം പറയുന്നു. ഇനി അതിനുശേഷം ആ ആക്ഷന്റെ റീസൺ പറയുന്നു. എന്തുകൊണ്ട് ആ കാര്യം നടന്നു അല്ലെങ്കിൽ സംഭവിച്ചു, ഉണ്ടായി എന്നീ രീതിയിലാണ് ആ റീസൺ നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ ആദ്യം ആക്ഷൻ പറഞ്ഞ് പിന്നീട് അതിന്റെ ഒരു റീസൺ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബിക്കോസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ആക്ഷൻ പറയുന്നു. ഇവിടെ ഐ എം ഹാപ്പി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനുശേഷം എന്തുകൊണ്ട് ഞാൻ ഹാപ്പിയായി, ആ ആക്ഷന്റെ റീസൺ ആണ് പിന്നീട് പറയുന്നത്. അത്തരത്തില് ഒരു റീസൺ പറയാനാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് യൂസ് ചെയ്യുന്നത്. ഐ എം ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ജോബ്. എനിക്ക് പുതിയ ജോലി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഹാപ്പി ആയത്. ഇവിടെ ഒരു കാരണമാണ് നമ്മൾ പറഞ്ഞത്, ഹാപ്പി ആവാനുള്ള കാരണം. ആ കാരണം പറയാനാണ് നമ്മൾ ബിക്കോസ് യൂസ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആദ്യം നമ്മൾ ഒരു ആക്ഷൻ പറയുന്നു അല്ലെ, അതിനുശേഷം ബിക്കോസ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ഷന് ശേഷം നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബിക്കോസിന് ശേഷം നമ്മൾ പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു റീസൺ ആണ്. എന്തുകൊണ്ട് ഈ കാര്യം എന്നതിന്റെ റീസൺ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആക്ഷൻ പറയുന്നു, ബിക്കോസ് പറയുന്നു, അതിനുശേഷം റീസൺ പറയുന്നു. ഈ ഒരു സ്ട്രക്ചറിലാണ് ബിക്കോസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെന്റൻസ് എഴുതുന്നത്. അടുത്തൊരു സെന്റൻസ് കൂടി നോക്കാം. സെന്റൻസ് നോക്കിയേ. ഐ വാസ് ലേറ്റ്. ഞാനൊരു കാര്യം പറയാണ്. ഐ വാസ് ലേറ്റ്. ഞാൻ ലേറ്റ് ആയിരുന്നു. അപ്പോ എന്താണ് ലേറ്റ് ആവാനുള്ള കാരണം? ഒരു കാരണം എനിക്ക് പറയണം അല്ലെ. അപ്പൊ അതിനു മുന്നേ നമ്മള് ബിക്കോസ് യൂസ് ചെയ്യാണ്. ഐ വാസ് ലേറ്റ് ബിക്കോസ് I missed the bus. Because I missed the bus. കണ്ടോ, ഞാനൊരു റീസൺ പറയാണ് ചെയ്തത്. ഞാൻ ബസ് മിസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. അപ്പോൾ ഈ റീസൺ പറയാനാണ് ഞാൻ ഏത് വേർഡ് യൂസ് ചെയ്തത്? ബിക്കോസ് യൂസ് ചെയ്തത്. ബിക്കോസ് ഒരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് കൺജങ്ഷൻസ് ഇംഗ്ലീഷിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ബിക്കോസ്. അപ്പൊ ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും റീസൺ പറയാനാണ്. ഇതെപ്പോഴും ഓർത്ത് വെക്കണം, ഒരു റീസൺ പറയാനായിട്ടാണ്. നമ്മൾ പണ്ടേ പറയാറില്ലേ മലയാളത്തില്, ഇന്നലെ ഞാൻ ആബ്സെന്റ് ആയിരുന്നു കാരണം എനിക്ക് പനിയായിരുന്നു. ഇത്തരത്തിൽ ഈ കാരണം ഒരു റീസൺ പറയുമ്പോഴാണ് അവിടെ നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സോ നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ബിക്കോസ് അതേ സെന്റൻസ് തന്നെ നമുക്ക് സോ യൂസ് ചെയ്ത് എഴുതാം. പക്ഷെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷനിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്ന് മാത്രം. അതായത് ബിക്കോസ് യൂസ് ചെയ്തത്, നമ്മൾ ബിക്കോസ് യൂസ് ചെയ്തത് ഒരു റീസൺ പറയാനാണ് അല്ലെ, റീസൺ പറയാനാണ്. എന്നാൽ സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റിസൾട്ട് പറയാനാണ്. രണ്ടും തമ്മിൽ മാറരുത്. ബിക്കോസ് യൂസ് ചെയ്യുന്നത് ഒരു റീസൺ പറയാനാണെങ്കിൽ സോ യൂസ് ചെയ്യുന്നത് നമ്മളൊരു റിസൾട്ട് പറയാനാണ്. ഒരു കാര്യം സംഭവിച്ചോ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റിസൾട്ട് പറയാനാണ് സോ യൂസ് ചെയ്തത്. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, സോ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും കോമ ഇട്ടിട്ടാണ് സെന്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ എഴുതുന്ന രീതിക്ക് പറഞ്ഞു എന്ന് മാത്രം. സംസാരിക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എഴുതുമ്പോൾ നമ്മൾ ഒരു കോമ കൊടുക്കാറുണ്ട്. സെന്റൻസ് പറയാൻ അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. സെന്റൻസ് നോക്കി. ഐ ഗോട്ട് എ ന്യൂ ജോബ്. ഐ ഗോട്ട് എ ന്യൂ ജോബ്. എനിക്ക്
ജോലി കിട്ടി അല്ലെ, പുതിയ ജോലി കിട്ടി. അപ്പൊ സ്വാഭാവികമായും നമുക്ക് എന്തായിരിക്കും? ഹാപ്പിനെസ് ആയിരിക്കും. സോ ഐ ആം ഹാപ്പി. ഇവിടെ ബിക്കോസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം, ബിക്കോസ് പറയുന്നത് എപ്പോഴും ഒരു റീസൺ കാണിക്കാനാണ്, എന്നാൽ സോ കാണിക്കുന്നത് എപ്പോഴും ഒരു റിസൾട്ടാണ്. ഇവിടെ നോക്കിയേ, ഐ ഗോട്ട് എ ന്യൂ ജോബ്, ഇതൊരു ആക്ഷൻ ആണ് അല്ലെ. എനിക്ക് എന്തുണ്ട്? എനിക്കൊരു ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ എന്തായി? ഹാപ്പി ആയി. ഇത് ഈ ആക്ഷന്റെ റിസൾട്ടാണ് പറയുന്നത്, ഐ ആം ഹാപ്പി. അപ്പോ റിസൾട്ട് പറയാനാണ് നമ്മൾ എപ്പോഴും സോ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇവിടെയാണ് നമ്മൾ കോമ യൂസ് ചെയ്യുന്നത്. ഐ ഗോട്ട് എ ന്യൂ ജോബ് സോ ഐ ആം ഹാപ്പി. നമുക്ക് ബിക്കോസ് വെച്ച് പറയുന്ന അതേ കാര്യം സോ വെച്ച് പറയാം, പക്ഷെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷനിൽ ചെറിയ വ്യത്യാസം വരും. സോ വെച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ പറയുന്നു, അതിനുശേഷം സോ ദെൻ നമ്മൾ പറയുന്നത് റിസൾട്ട് ആണ്. ബിക്കോസിൽ ഓർത്തിരിക്കണം, ബിക്കോസിൽ നമ്മൾ പറയുന്നത് ഒരു റീസൺ ആണ്, എന്നാൽ സോയില് നമ്മൾ പറയുന്നത് ഒരു റിസൾട്ടിനെ കുറിച്ചാണ്. ഒരു സെന്റൻസ് കൂടി നമുക്ക് നോക്കാം. നോക്കി, ഐ ആം ടയേർഡ്. ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതനാണ്. ഐ ആം ടയേർഡ്. അപ്പൊ അതിനൊരു റീസണാണ് നമ്മളിവിടെ പറയാം, എന്തുകൊണ്ട് നമ്മൾ ടയേർഡ് ആയി എന്നുള്ളത് അല്ലെ. അപ്പൊ റീസൺ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിക്കോസ് ആണ്. ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ, ഞാൻ നന്നായി ഉറങ്ങാഞ്ഞത് കൊണ്ടാണ് എന്ത് പറ്റിയത്? ടയേർഡ് ആയത്. അപ്പൊ ഒരു റീസൺ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ബിക്കോസ് യൂസ് ചെയ്തത്. ഐ ആം ടയേർഡ് ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ. ശ്രദ്ധിക്കണം, ബിക്കോസിന് ശേഷം നമ്മൾ ഈ ആക്ഷന്റെ റീസണെ കുറിച്ചാണ് പറഞ്ഞത്. നന്നായി ഉറങ്ങാഞ്ഞത് കൊണ്ടാണ് ടയേർഡ് ആയത്. ഐ ആം ടയേർഡ് ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ. ഇനി ഇതേ കാര്യം നമ്മൾ സോ യൂസ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. സോ വെച്ചിട്ടാണ് ഇതേ കാര്യം എഴുതുന്നത്. നോക്കി, ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ. I didn't sleep well. So ഇവിടെ റിസൾട്ട് പറയണം അല്ലെ. ഞാൻ നന്നായി ഉറങ്ങിയില്ല, അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ ടയേർഡ് ആയി. സോ ഐ ആം ടയേർഡ്. സോ ഐ ആം ടയേർഡ്. ഡിഫറൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ, ഞാൻ നന്നായി ഉറങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ ടയേർഡ് ആണ്. ഇതൊരു റിസൾട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു റീസൺ അല്ല, ഉറങ്ങാഞ്ഞത് കൊണ്ടുണ്ടായ ഒരു റിസൾട്ട് ആണ് പറയുന്നത്. ഈ ഒരു ഡിഫറൻസ് ആണ് ബിക്കോസ്, സോ എന്നീ വേർഡ്സ് തമ്മിലുള്ളത്. രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, അത് നിങ്ങൾ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹി ഡിഡ്ന്റ് കം ടു ദ പാർട്ടി. അവൻ പാർട്ടിക്ക് വന്നില്ല. ബ്ലാങ്ക് ഹി വാസ് സിക്ക്. അവൻ സിക്ക് ആയിരുന്നു. അപ്പോ ഇതൊരു റീസൺ ആണ്. ഈ ആക്ഷന്റെ റീസൺ ആണ് രണ്ടാമത് പറയുന്നത്. അപ്പൊ റീസൺ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിക്കോസ്. ബിക്കോസ് ഹി ഡിഡ്ന്റ് കം ടു ദ പാർട്ടി ബിക്കോസ് ഹി വാസ് സിക്ക്. അവൻ വയ്യാതിരുന്നത് കൊണ്ട് ഈ പാർട്ടിക്ക് വന്നില്ല. അടുത്ത സെന്റൻസ് നോക്കിയേ, ഐ ഡിഡ്ന്റ് സ്റ്റഡി. ഐ ഡിഡ്ന്റ് ഡു വെൽ ഓൺ ദ ടെസ്റ്റ്. ഞാൻ നന്നായി പഠിച്ചില്ല, അതുകൊണ്ടുള്ള റിസൾട്ട് എനിക്ക് എക്സാം നന്നായി എഴുതാൻ സാധിച്ചില്ല. അപ്പൊ റിസൾട്ട് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ. ഐ ഡിഡ്ന്റ് സ്റ്റഡി, സോ ഐ ഡിഡ്ന്റ് ഡു വെൽ ഓൺ ദ ടെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിക്കോസ്, സോ എന്നീ വേർഡ്സിനെ കുറിച്ചായിരുന്നു. ബിക്കോസ് യൂസ് ചെയ്യുന്നത് ഒരു റീസൺ പറയാനാണ്, എന്നാൽ സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും റിസൾട്ട് പറയാനാണ്. മോസ്റ്റ്ലി നമ്മൾ എന്താണ്? റിസൾട്ട് പറയാനാണ് സോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വേർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംസാരിക്കുന്നവര് ശ്രദ്ധിക്കുക, ഇത് ഗ്രാമാറ്റിക്കലി ആണ് ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.